ഹലോ മക്കളെ, സം നാച്ചുറൽ ഫിനോമിന നമ്മുടെ ഫിസിക്സിലെ ഈ ചാപ്റ്റർ അടിപൊളിയായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയി മക്കൾക്ക് എല്ലാവരും കിട്ടുമെന്ന കാര്യം നമുക്കറിയാം. നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ചാർജ് ഈസിലി ബൈ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ വെച്ച് ഈസി ആയി ചാർജ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഫ്രിക്ഷൻ വെച്ച് നമ്മളെ ചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആരാണ്? അത് ഇൻസുലേറ്റേഴ്സ് ആണ്. നോക്കിയേ, പ്ലാസ്റ്റിക് സ്കെയിൽ ഒരു ഇൻസുലേറ്റർ ആണ്. എന്നാൽ കോപ്പർ റോഡ് എന്തല്ല? ഇൻസുലേറ്റർ അല്ല, അതൊരു കണ്ടക്ടർ ആണ്. ഇൻഫ്ലേറ്റഡ് ബലൂൺ ആണെങ്കിൽ അതൊരു ഇൻസുലേറ്റർ ആണ്. വുഡൻ ക്ലോത്തും ഇൻസുലേറ്റർ ആണ്. സോ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റാത്തത് കണ്ടക്ടർ ആയിട്ടുള്ള കോപ്പർ റോഡാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് പോകാൻ രണ്ടാമത്തെ കേസിലേക്ക് പോകാം. രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. ഇവിടെ ഒരു ഗ്ലാസ് റോഡ് ആണ് എടുക്കുന്നത്. ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് എ പീസ് ഓഫ് സിൽക്ക് ക്ലോത്ത്. ഏത് ചാർജ് ആണ് ലഭിക്കുക? ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഒരു ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായി റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും, ക്ലോത്ത് നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺസ് നമ്മുടെ ക്ലോത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇലക്ട്രോൺ ലഭിച്ച ആൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട നമ്മുടെ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജുമാണ് ലഭിക്കുക. ഈ കാര്യം മക്കളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നമുക്ക് എന്നാ പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്രൂ ഓർ ഫോൾസ് പറയാനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്: ലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ലൈക്ക് ചാർജ് അട്രാക്ട് ചെയ്യും. നമുക്കറിയാം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വരുന്നതോ രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്ത് വരുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈക്ക് ചാർജുകൾ അടുത്ത് വരിക. നമുക്കറിയുന്ന കാര്യം, ലൈക്ക് ചാർജുകൾ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക, സിമിലർ ചാർജുകളാണ് അട്രാക്ട് ചെയ്യുക. സോ ലൈക്ക് ചാർജ് അട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അത് ഫാൾസ് ആണ്. ഓക്കെ, സോ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ ചാർജ് ഗ്ലാസ് റോഡ് അട്രാക്ട് ചാർജ് പ്ലാസ്റ്റിക് സ്ട്രോ. ചാർജ്ഡ് ഗ്ലാസ് റോഡ് നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ് ആണ്, പ്ലാസ്റ്റിക് സ്ട്രോക്ക് നെഗറ്റീവ് ചാർജ് ആണ്. സോ ദേ ക്യാൻ അട്രാക്ട്. അവിടെ ഓപ്പോസിറ്റ് ചാർജ് വരുന്നതുകൊണ്ട് ദേ ക്യാൻ അട്രാക്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ്നിങ് കണ്ടക്ടർ cannot protect a building from lightning. നമ്മൾ അറിയുന്ന കാര്യമാണ്, ലൈറ്റ്നിങ് സംരക്ഷണം നൽകാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ ഉപയോഗിക്കുക. സോ cannot protect for building എന്ന കാര്യം എന്താണ്? ദാറ്റ് ഈസ് false. ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട്. ഓക്കെ, അടുത്തത് എർത്ത് ക്വേക്ക് ക്യാൻ ബി പ്രഡിക്റ്റഡ് ഇൻ അഡ്വാൻസ്. എർത്ത് ക്വേക്ക് മുന്നേ നമുക്ക് അഡ്വാൻസ് ആയി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഫോൾസ്. മുന്നേ ഉണ്ടാകുന്ന കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരെ പോകുന്നു നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. നമ്മൾ വിന്റർ ടൈമിലാണ് നമ്മൾ സ്വെറ്ററുകളൊക്കെ ധരിക്കും അല്ലെ? ആ സ്വെറ്റർ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ടിക് ടിക് എന്ന് പറഞ്ഞാൽ ക്രാക്ലിംഗ് സൗണ്ട് കേൾക്കും. അതെന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് നമുക്കറിയാം, ഈ സ്വെറ്റർ എന്ന് പറഞ്ഞ സാധനം, അത് ഉണ്ടാക്കിക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫ്രിക്ഷൻ ആണ്. അവിടെ അതിന് വല്ല ഫ്രിക്ഷൻ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ ഇലക്ട്രിക് ഡിസ്ചാർജ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് സ്വെറ്റർ ഡ്യൂ ടു ഫ്രിക്ഷൻ. നമ്മളിങ്ങനെ ഡ്രസ്സ് അഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് നമ്മുടെ ബോഡിയുമായിട്ട് പറഞ്ഞിട്ട് അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്, ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ ഫലമായിട്ടുള്ള എനർജിയാണ് എന്തായിട്ട് പുറത്തു വരുന്നത്? ക്രാക്ലിംഗ് സൗണ്ട് ആയിട്ട് പുറത്തു വരുന്നത്. നമുക്ക് അറിയുന്ന കാര്യം, ജസ്റ്റ് നമ്മളൊരു ആ ഒരു ചാർജിങ്ങിന്റെ കേസ്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ വൈ എ ചാർജ്ഡ് ബോഡി ലോസസ് ഇറ്റ് ചാർജ് ഇഫ് ഇറ്റ് ടച്ച് ഇറ്റ് വിത്ത് അവർ ഹാൻഡ്. നമ്മുടെ കൈ കൊണ്ട് തൊട്ടാൽ ഒരു ചാർജ് ബോഡിയുടെ ചാർജ് നഷ്ടമാകുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് തൊടുന്ന പറഞ്ഞാൽ നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡി എന്താണ്? ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മുടെ ശരീരത്തിലൂടെ ചാർജ് ഒഴുകുന്നുണ്ട്. സോ ഒരു ചാർജ് ബോഡി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ ചാർജ് ഇറങ്ങി ആ ചാർജ് എവിടേക്ക് പോകും? എർത്തിലേക്ക് പോകും. ദ ബോഡി വിൽ ബി എർത്ത് എന്ന് പറയാം അല്ലെ? സോ വെൻ യു ടച്ച് എ ചാർജ് ബോഡി വിത്ത് യുവർ ഹാൻഡ്, യുവർ ബോഡി കണ്ടക്ട് ചാർജ് ടു ദി എർത്ത്. ഹെൻസ് this way charge body loses its charge. കൃത്യമായിട്ട് അറിയാം, നമ്മൾ തൊട്ടാൽ നമ്മൾ കണ്ടക്ടർ ആണ്, നമ്മുടെ ശരീരത്തിൽ കൂടെ ആ ചാർജ് ഒഴിവായി പോവുകയാണ് ചെയ്യും. യെസ്, ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ സ്കെയിൽ ഓൺ വിച്ച് ഡിസ്ട്രക്റ്റീവ് എനർജി ഓഫ് ആൻ എർത്ത് ഈസ് മെഷേർഡ്. എർത്ത് ക്വേക്കിന്റെ എനർജി മെഷർ ചെയ്യുന്ന ആ സ്കെയിലിന്റെ പേര് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ പേരാണ് റിക്ടർ സ്കെയിൽ അല്ലെ? അങ്ങനെയാണെങ്കിൽ ആൻ എർത്ത് ക്വേക്ക് മെഷേഴ്സ് 3 ഓൺ ദ സ്കെയിൽ. റിക്ടർ സ്കെയിലിൽ 3 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വുഡ് ഇറ്റ് ബി റെക്കോർഡ് ബൈ സിസ്മോഗ്രാഫ്? ഈസ് ഇറ്റ് ലൈക്ലി ടു കോസ് മസ് ഡാമേജ്? സോ സിസ്മോഗ്രാഫ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്കറിയാം 1 മുതൽ 10 വരെ ഇന്റൻസിറ്റി ഉള്ളതാണ്. 1 മുതൽ 10 വരെ ഇന്റൻസിറ്റി ഉള്ള എർത്ത് ക്വേക്ക് ആണ് നമ്മുടെ സിസ്മോഗ്രാഫിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. സോ ഇവിടെ 3 അതിന്റെ ഇന്റൻസിറ്റി, അതുകൊണ്ട് തന്നെ അത് എന്തായാലും റെക്കോർഡ് ചെയ്യപ്പെടും. ഇനി നമ്മളോട് ചോദിച്ചത് അതിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യമാണ് ചോദിച്ചത്. 5ഉം അതിൽ കൂടുതലുമുള്ള എർത്ത് ക്വേക്കുകളാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക എന്ന് പറയാ. സോ 5ൽ താഴെയാണ് 3
ലെസ് ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. ഓർത്ത് വെക്കുക, ഈ നമ്പേഴ്സ് ഒന്ന് ഓർത്ത് വെക്കുക. 1 മുതൽ 10 വരെയാണ് റിക്ടർ സ്കെയിൽ അടയാളപ്പെടുത്തുന്നത്. 5 ആണ് എന്താ പറയുക ഡിസ്ട്രക്റ്റീവ് നേച്ചർ വരുന്നത്. അതിന്റെ പകുതി 1 to 5 പകുതിക്കാണ് ഡിസ്ട്രക്റ്റീവ് നേച്ചർ. 3 ആവുകൊണ്ട് ചെറിയൊരു എർത്ത് അത്രമാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സജസ്റ്റ് 3 മെഷേഴ്സ് ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ലൈറ്റ്നിങ്. ലൈറ്റ്നിങ് പ്രൊട്ടക്ട് ഏതെങ്കിലും 3 മാർഗം. ഞാൻ അവിടെ 3 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡു നോട്ട് യൂസ് TV or cable phone during lightning. Stay indoor under covered area. Don't take bath during lightning. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ വേണ്ടി 3 ഞാൻ ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതാണ് എങ്ങനെയാണ് ഇടിമിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ എ charged balloon is repelled by another charged balloon whereas uncharged balloon is attracted by another charged balloon. രസകരമായ കാര്യം. 2 ചാർജ്ഡ് ബലൂൺസ് ഉണ്ടെങ്കിൽ അവർ റിപ്പൽ ചെയ്യുന്നുണ്ട്. റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതെന്താ, രണ്ടും സിമിലർലി ചാർജ്ഡ് ആണ്, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ചാർജ് ആണ് അതിലുള്ളതെന്ന കാര്യം മനസ്സിലാക്കുക. എങ്കിൽ രണ്ടാമത്തെ കാര്യം നോക്കടാ. ആൻ അൺചാർജ്ഡ് ബലൂൺ ഈസ് അട്രാക്റ്റഡ് ബൈ അനദർ ചാർജ്ഡ് ബലൂൺ. ഒരു ചാർജ്ഡ് ബലൂൺ അൺചാർജ്ഡ് ബലൂണിൽ കൊണ്ടുവന്നാൽ അവിടെ എന്തുണ്ട്, ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ദേ വിൽ ബി റീഅറേഞ്ച്. സോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദി ചാർജ്ഡ് ബലൂൺ അൺചാർജ്ഡ് ബലൂണിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചാർജ് ബലൂൺ നമുക്ക് അൺചാർജ്ഡ് ബലൂണിനെയും ചാർജ്ഡ് ആക്കാൻ സാധിക്കും. അവിടെ ഓപ്പോസിറ്റ് ചാർജ് അടുത്ത് വരുന്നതുകൊണ്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ ആ കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ഓൺ ദി അതർ ഹാൻഡ് an uncharged balloon is attracted by another charged balloon as they have opposite charges. We know that same charges repel and opposite charges attract each other. നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യം തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് പോകാം 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. Describe with the help of a diagram an instrument which can be used to detect charged body. ചാർജ്ഡ് ബോഡിയാണ്. ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേര്, അതിന്റെ പേര് ഇലക്ട്രോസ്കോപ്പ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? ഇലക്ട്രോസ്കോപ്പ്. എന്താണ് ഇലക്ട്രോസ്കോപ്പിൽ? ഈ കാണുന്നതാണ് ഇലക്ട്രോസ്കോപ്പ്. ഒരു ഗ്ലാസ് ജാർ ഉണ്ട്, ഏകദേശം എയർ ഒന്നും അതിനകത്ത് കയറി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസൊലേറ്റഡ് സെറ്റപ്പ് ഉണ്ട്. ഗ്ലാസ് ജാർ ഉണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു മെറ്റൽ ഹുക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മെറ്റൽ കണ്ടക്ടർ ഉണ്ടാക്കി. ആ മെറ്റൽ കണ്ടക്ടർ വേറെ എവിടെയും തൊടാതിരിക്കാൻ വേണ്ടി ഒരു ഇൻസുലേറ്റർ കൊണ്ട് ഒരു അടപ്പ് ഉണ്ടാക്കി. ജസ്റ്റ് ആ മെറ്റലിന്റെ ഒരു ടിപ്പ് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. താഴെ ഭാഗത്ത് നമ്മൾ 2 വളരെ ചെറിയ തിന്നായിട്ടുള്ള മെറ്റൽ ലീവ്സ് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവന്ന് ഇവിടെ തൊട്ടു. സപ്പോസ് ഇമാജിൻ ചെയ്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് ഇവിടെ ടച്ച് ആയതെന്ന് ഇമാജിൻ ചെയ്യാം. സോ പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജ് താഴേക്കും വരും, അല്ലെ? താഴേക്ക് വരും ഈ പറയുന്ന 2 മെറ്റൽ ലീവ്സിലേക്കും വരും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ 2 മെറ്റൽ ലീവ്സും സിമിലർലി ചാർജ്ഡ് ആയിട്ടുള്ളതാണ്. ഇവിടെയും പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെയും പോസിറ്റീവ് ചാർജ് ആണ്. സെയിം ചാർജ് വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന മെറ്റീരിയലിൽ ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ലീവ്സ് അകന്നു പോകും. എത്രത്തോളം ദൂരേക്ക് അകന്നു പോയി നോക്കിയിട്ട് എത്രത്തോളം ചാർജ് ഉണ്ട് ഇവിടെ ഉള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സിമിലർലി നമ്മൾ കൊണ്ടുവരുന്നത് നെഗറ്റീവ് ചാർജ് ആണെങ്കിലും സെയിം കാര്യം സംഭവിക്കും. ഈ രണ്ട് ലീഫുകളും നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും, അല്ലെ? നെഗറ്റീവ് ചാർജ് ആയാലും സിമിലർ ചാർജായി റിപ്പൽഷൻ വന്നു. ചാർജിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് ഇലക്ട്രോസ്കോപ്പ്. അതിന്റെ എന്തൊക്കെയാണുള്ള കാര്യം നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെച്ചു. ഓക്കെ, സോ ഇതായിരുന്നു ഇലക്ട്രോസ്കോപ്പ്. കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ആൻഡ് മൂവിങ് ടു ദി 10th ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 3 സ്റ്റേറ്റ്സ് ഇന്ത്യ where earthquakes are more likely to strike. എവിടൊക്കെയാണത്? കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇവിടെയാണ് സാധാരണഗതിയിൽ കൂടുതലായിട്ട് എർത്ത് കണ്ടുവരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സപ്പോസ് യു ആർ ഔട്ട്സൈഡ് യുവർ ഹോം ആൻഡ് എർത്ത് സ്ട്രൈക്സ്, വാട്ട് പ്രിക്കോഷൻ വുഡ് യു ടേക്ക് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്? നിങ്ങൾ വീടിന്റെ പുറത്താണെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുക? സോ മൂവ് ടു ആൻ ഓപ്പൺ സ്പേസ്. ഓപ്പൺ ആയിട്ടുള്ള ബിൽഡിങ്സ് ഒന്നുമില്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്പേസിലേക്ക് പോവാം. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നമ്മളെ മേത്തേക്ക് ഒന്നും വീഴാതിരിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് എ ക്ലീൻ സ്പോട്ട് away from buildings, trees and overhead power lines. Drop to the ground. സോ അടുത്ത കാര്യം, ഇഫ് യു ആർ ഇൻ എ കാർ ഓർ ബസ്, നമ്മൾ വീടിന്റെ പുറത്ത് കാറിലോ ബസ്സിലോ ആണെങ്കിൽ വിൽ നോട്ട് കം ഔട്ട്. അവിടെ തന്നെ നിൽക്കുക, കാറിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുക. ഡ്രൈവ് സ്ലോലി ടു ക്ലിയർ സ്പോട്ട് ആൻഡ് റിമെയിൻ ഇൻ ഇറ്റ് ടിൽ ദ എർത്ത് സ്റ്റോപ്സ്. എർത്ത് നിൽക്കുന്നവരെ ആ കാർ തന്നെ നിൽക്കുക, അത്രേ ചെയ്യുള്ളൂ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടുതലാവാനാണ് സാധ്യത. കാറിന്റെ ഉള്ളിൽ തന്നെ ആവണമെങ്കിൽ, ബസ്സിനുള്ളിൽ തന്നെ ആവുന്നുണ്ട്, ഇറ്റ് വിൽ ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് കാർ, അല്ലെ? ഇപ്പൊ എന്തെങ്കിലും മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് സേഫ് ആയിരിക്കുന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്താണ് നമ്മൾ കാറിൽ തന്നെ ഇരിക്കുന്നത്. Okay, and to the final question, ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. Weather department has predicted that thunderstorm is likely to occur. Thunderstorm വരാനുള്ള സാധ്യതയുണ്ട്. Suppose you have to go out that day
വുഡ് യു ക്യാരി ആൻ അംബ്രല്ല? തണ്ടർ സ്റ്റോം വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുട എടുക്കുമോ ഇല്ലയോ? കുട എടുക്കരുത്. കാരണം എന്താ? ആ ഇടിമിന്നലുകൾ, ആ ലൈറ്റ്നിങ് നമ്മൾ അംബ്രല്ല വെച്ച് കഴിഞ്ഞാൽ മെറ്റാലിക് ഒബ്ജക്ട്സ് ആണ് അല്ലെ. അംബ്രല്ലേന്റെ എന്താ പറയുക, എൻ്റെ കാലുകളൊക്കെ എന്താ മെറ്റലാണ്. സോ അത് ലൈറ്റ്നിങ്ങിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു കാര്യം കൂടും. സോ യു ആർ നോട്ട് അഡ്വൈസ് ടു ടേക്ക് അംബ്രല്ല ഓൺ തണ്ടർ സ്റ്റോം ഡേ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എക്സസൈസ് പാർട്ടിൽ വരുന്നത്. നമ്മൾ വളരെ ക്വിക്കായിട്ട് എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു പോയി, കൃത്യമായി മനസ്സിലാക്കി വെച്ചെന്ന് മനസ്സിലാക്കുന്നു. സോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ സീ യു.